മഴകോര മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡാണ്. ഹരിശങ്കറിന് കാപ്പിയായിട്ട് നമ്മളുടെ അലീന വരുന്നുണ്ട്. ഈ കാപ്പി കൊടുക്കുന്ന സമയത്ത് ഹരിശങ്കർ അലീനയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഉദ്ദേശം എന്ന് അലീന ചോദിക്കുമ്പോൾ എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് പറയാം, എന്നാൽ നിന്റെ ആ ഉദ്ദേശങ്ങളൊക്കെ നിന്റെ വീട്ടിൽ പോയി തീർത്താൽ മതി എന്ന് ഹരിശങ്കറിനോട് അലീന പറയുകയാണ് കേട്ടോ. അങ്ങനെ അലീന കൈ എടുക്കടാന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ കാപ്പി തട്ടി നമ്മളുടെ ഹരിശങ്കറിന്റെ മേത്ത് വീഴുകയാണ്. കാപ്പിക്ക് ചൂടുള്ളതുകൊണ്ട് ദേഹമൊക്കെ പൊള്ളുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ദേഹം പൊള്ളിയിട്ട് ഹരിശങ്കർ എന്ത് ചെയ്യുന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ സഹായം ചോദിച്ചിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്. അലീൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മോളുടെ ഓപ്പറേഷനാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായത്തിന് വന്നതാന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനെ പോയിട്ട് കുറച്ച് കാശ് എടുത്തുകൊണ്ട് വന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി അലീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാ മോളെ വന്നതെന്ന്. അപ്പം ഇതേപോലെ ഒരു സ്ത്രീ വന്നതാണ്, അവരുടെ കുഞ്ഞിന് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞു, അപ്പം ഞാൻ കുറച്ച് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. നീ എത്ര രൂപയാണ് കൊടുത്തത്? അത് ഞാൻ 3000 രൂപ കൊടുത്തു മുത്തശ്ശി. 3000 രൂപയോ? നീ എന്തിനാ കുഞ്ഞ് അത്രയും രൂപയൊക്കെ എടുത്ത് കൊടുത്തത്? നിൻ്റെ കയ്യിൽ എവിടുന്ന് അത്രയും പണം? ഓ, അതൊന്നും സാരമില്ല മുത്തശ്ശി, എനിക്ക് ദൈവം തരും. ആ, ദൈവം തരുന്ന കാശല്ലേ നീ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത്? മുത്തശ്ശി, അതന്ന് മുത്തശ്ശനും മനുവേട്ടനും കൂടെ ബ്രിജിതാമ്മയെ കാണാൻ വന്നപ്പോൾ കൊടുത്ത പൈസയാണ്. അത് ബ്രിജിതാമ്മ എനിക്ക് തന്നതാ. എൻ്റെ ബാഗിൽ വെച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അത് അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറയാം കേട്ടോ. ആ, നിന്നെപ്പോലെ ഇത്രയും നല്ല മനസ്സുള്ള ഒരു കൊച്ചിനെ വേറെ എവിടെ കിട്ടാനാന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളുടെ മനു ശങ്കർ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ, ഒരു ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ ബാലചന്ദ്രനായിട്ട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടൗണിലേക്കൊക്കെ ഇറങ്ങണമെന്ന് പറയാം കേട്ടോ. ഓ, അങ്കിൾ എപ്പോഴും ബിസി അല്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വന്നാലും ബോറടിച്ചിരിക്കണ്ടേ? ആ, പിന്നെ കടയൊക്കെ കളഞ്ഞിട്ട് നിന്നോട് എനിക്ക് കറങ്ങി നടക്കാൻ പറ്റുമോ മനുവേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മനു വന്നിട്ട് നമ്മളുടെ മുത്തശ്ശീനെ കാണുന്നുണ്ട്. മുത്തശ്ശിയെടുത്ത് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി, ഞാൻ കൊണ്ടുവന്ന അലീനെ കൊച്ച് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. സൂപ്പർ കൊച്ചാ മോനെ, നീ എനിക്ക് ചെയ്തതിൽ ഏറ്റവും വലിയ പുണ്യവാത്. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു കൊച്ചിനെ എവിടെ കിട്ടും? എന്നെ നന്നായിട്ട് നോക്കും എന്നൊക്കെ പറയാ. അവൾ നല്ലൊരു കുടുംബത്തിൽ പിറന്ന കൊച്ചായിരുന്നെങ്കിലേ. എന്നിട്ടിങ്ങനെ മനുവിനെ കള്ളനോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മനു വയ്ക്കുന്നുണ്ട്, എന്തേ അങ്ങ് നിർത്തിക്കളഞ്ഞത്? പറയൂ ബാക്കിയൂടി. ഒന്നുമില്ലടാ. അല്ല മുത്തശ്ശി, എന്തോ മനസ്സിൽ വിചാരിച്ചു, അതങ്ങ് പുറത്തോട്ട് പോരട്ടേന്നേ. പറയൂ മുത്തശ്ശി. ആ, എന്നാ ഞാൻ പറയട്ടേടാ, ഞാൻ വെറുതെ പറയുവാണേ. ആ, പറയൂ മുത്തശ്ശി. നമ്മുടെ അലീനയില്ലേ, നിനക്ക് നന്നായിട്ട് ചേരുന്ന പെങ്കൊച്ചാ. നിങ്ങൾ തമ്മിൽ ചേർന്നാലുണ്ടല്ലോ നല്ലതായിരിക്കും. ആ, മുത്തശ്ശി ആലോ കൊള്ളാലോ, കൊച്ചു കള്ളി ഇവിടെ കിടന്ന് എന്തൊക്കെയാ ഈ ആലോചിച്ച് കൂട്ടുന്നത്? പക്ഷെ നമുക്ക് പറ്റത്തില്ലല്ലോടാ, അവളൊരു അനാഥയായി പോയില്ലേ, പാവം. അല്ല മുത്തശ്ശി, ആരും ഇല്ലാത്തവർക്കല്ലേ ആരെങ്കിലും ഒക്കെ വേണ്ടത്. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല മുത്തശ്ശി, ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാ കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയന്തി അലീനയുടെ അമ്മായിമ്മ പോര് കാണിക്കുകയാണ്. നീയും ബാലചന്ദ്രനും കൂടെ അവളോട് ചോദിക്കാതെ ആ പെങ്കൊച്ചിനെ പോയി കൂട്ടിക്കൊണ്ട് വന്നതേ അവർക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ബാലചന്ദ്രൻ വന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിനക്കൊന്നും തോന്നരുത്. നമ്മളുടെ വൈജമോളുടെ മക്കളെക്കായും കാണാൻ നല്ലത് അലീന തന്നെയല്ലേ. അവളുടെ ആ തൊലി വെളുപ്പൊന്നും വൈജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. ഇപ്പോൾ നമ്മളുടെ അലീന നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ആ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നാലേ ഈ വീട്ടിലെ ഒരു പെങ്കൊച്ചാണെന്നല്ലേ അവളെ കണ്ടാൽ പറയത്തുള്ളൂ. അതൊന്നും വൈജയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്നേ. അപ്പം മനു പറയുന്നുണ്ട്, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരി വാരി തേക്കാൻ പറ്റുമോ ആ പെങ്കൊച്ചിൻ്റെ മുഖത്ത്? പറ്റത്തില്ല. അതിന് പകരം ഇപ്പോൾ അവൾ പരിഹാസവും അവഹേളനവും അപമാനവും എല്ലാം കൂടെ കലക്കി ഇപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ നേരെ തീർക്കുന്നുണ്ട്. കഷ്ടമുണ്ട് മുത്തശ്ശി ആ പെങ്കൊച്ചിനോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോടാ? അവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അവൾ ചെയ്തു വെക്കുന്നത്. മുത്തശ്ശിക്ക് ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു മോൾ എങ്ങനെയാണ് ജനിച്ചത്? ആൻറ്റിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? അങ്കിളിനോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല. ഓ, സ്നേഹമൊക്കെ ഉണ്ടടാ, പിന്നെ കുറച്ച് അഹങ്കാരം കൂടുതലാ അവക്ക്. ആ, ദേഷ്യം വരുമ്പോൾ ഒരാളെ കുത്തിക്കൊന്നിട്ടേ ഓ അവള് പാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷിച്ച് പാട്ടൊക്കെ പാടിയിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ദേ അവിടെ മനുശങ്കർ നിൽക്കുന്നു. അപ്പോൾ ആകെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ.